മോളെ വേണമെങ്കിൽ ഞങ്ങളൊന്ന് അടുക്കിരുത്തി കൊണ്ടുപോയിക്കോളാം. എന്നാലും സ്ഥലം ബാക്കിയാ. സ്ഥലമുണ്ട്, അമ്മ വേണമെങ്കിൽ കേറിക്കോ. എന്താ കണ്ടില്ലേ കണ്ടില്ലേ നീ? ഇനി ഈ അസമയത്ത് ഇവിടെ വാശി പിടിച്ച് നിൽക്കണം നിനക്ക്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എങ്ങോട്ടും വരാതെ പിന്നെ നിന്റെ ഉദ്ദേശം എന്താ? ഇനി സ്വന്തം മക്കളുടെ ശവം കൂടി കണ്ടാലും നിനക്ക് സമാധാനാകുള്ളുന്നുണ്ടോ? എന്തൊരു ഗതികേട് എന്റെ ഈശ്വര. അങ്ങളെ പ്ലീസ് വിഷമിക്കല്ലേ. അമ്മ ഈ വാശിയൊന്നും മതിയാക്ക്. അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, അച്ഛൻ വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോവും. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. എല്ലാവരും എന്റെ വീട്ടിലോട്ട് വാ. ഇന്ന് അവിടെ കഴിയാം. ആന്റി പ്ലീസ് വാശി കളഞ്ഞിട്ടൊന്ന് വാമേ. ഞാനല്ലേ വിളിക്കുന്നത്. വാ വിനോദേ, അങ്കിള് വാ. ലഗേജൊക്കെ ഞാൻ എടുത്തോളാം. എന്താ റീഷ, എന്തു പറ്റി? എന്താ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ആ ഗഗൻ സുരേന്ദ്രൻ അങ്കിളിനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടച്ച. ഈ രാത്രി ഇവർക്ക് എങ്ങോട്ടും പോകാനുള്ള സ്ഥലം ഇല്ലാണ്ടായി പോയി. അതുകൊണ്ടാ ഞാനിവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അച്ഛാ, അമ്മേ, കുറച്ചു ദിവസം ഇവര് നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടാവും. എവിടെയെങ്കിലും നല്ലൊരു വീട് കിട്ടുന്നവരെ ഇവിടെ കഴിഞ്ഞോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്കിളെ, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഒരു വീട് ശരിയാവുന്നിടം വരെ എല്ലാവർക്കും ഇവിടെ കഴിയാം. ഇതിലൊക്കെ നിന്നോട് എങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? ഞങ്ങളോട് കാണിച്ച ഈ മനസ്സലവിന് മൂകാംബിക അമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും ഇന്ദുമതിയെ മോളെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ അനുവദിക്കണം. അപ്പോ അങ്കിളും വിനോദോ? ഞങ്ങളുടെ കാര്യം പ്രശ്നമില്ല. ഞങ്ങൾ രണ്ടുപേരും പൂക്കടയിൽ കഴിഞ്ഞോളാം. പൂക്കടയിലോ? അല്ല, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ? വേണ്ട കിഷ, ഞാനും അച്ഛനും അവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അമ്മയ്ക്കും അഖിലേക്ക് മാത്രം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്താൽ മതി. എന്നാ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. കഴിവതും വേഗം വാടകയ്ക്കൊരു വീട് ഏർപ്പാടാക്കാം കേട്ടോ. അതുവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. അങ്കിളെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വീടൊക്കെ സാവധാനം അന്വേഷിച്ചാൽ മതി. അതുവരെ ആന്റിയും അഖിലയും ഇവിടെ നിന്നോട്ടെ. എന്നാ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ മോനെ. മോനെ
അഖില, ആന്റിയും വിളിച്ചു വാ, ഞാൻ റൂം കാണിച്ചു തരാം. ആന്റിക്കും അഖിലേക്കും ഈ റൂമിൽ കിടക്കാം. ഇതൊരു ഇടുങ്ങിയ റൂമാണല്ലോ. രണ്ടുപേര് കിടന്ന ശ്വാസം മുട്ടും. അമ്മേ, കടത്തിനെ കിടക്കുന്നതിലും ഭേദമല്ലേ? ഈ മുറിക്ക് ഒരു കുഴപ്പമില്ല. കിഷ, ഈ മുറി തന്നെ ധാരാളം. ഞങ്ങൾ ഇവിടെ കിടന്നോളാം. മുറി അല്പം ചെറുതാണെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദാ ഇവിടെയാണ് വാഷ്റൂം. പിന്നെ ജനാലയൊക്കെ തുറന്നിട്ടാ എപ്പോഴും നല്ല കാറ്റാ. ഓ, ഞാനേ ഒന്ന് മേല് കഴുകിയിട്ട് വരാം. ഉം, ഉം.